ഇതുപോലെ ചെക്ക് എഞ്ചിൻ ലാമ്പ് ഓണാക്കി കിടന്ന് നമുക്ക് അത് എങ്ങനെ അണയ്ക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് സ്കാൻ ചെയ്ത് കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഇറേസ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ലാമ്പ് ഓഫാവും. അപ്പം ഇത് ചെറിയ എററൊക്കെ കൊണ്ട്, അതായത് കംപ്ലയിൻറ്റ് കാണില്ല, പക്ഷേ ചെറിയ എററൊക്കെ കൊണ്ട് ഇതേപോലെ ലൈറ്റ് കത്താം. അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് എങ്ങനെ കളയാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ കാണിച്ചു തരാം. ഇത് കീ ഓഫ് ചെയ്യണം. കീ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിംഗ് ഫുൾ ഓടിക്കുക, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഫുൾ ഓടിക്കുക. ഓടിച്ചതിന് ശേഷം വണ്ടി ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ കീയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഓഫ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. പവർ സ്റ്റിയറിംഗ് വർക്കാനുണ്ട്, AC വർക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എററുള്ള വണ്ടികൾക്ക് നമുക്ക് കളയാൻ പറ്റുന്നത്. ഇതേപോലെ ഏകദേശം മിക്ക വണ്ടികൾക്കും അതേപോലെ നമുക്ക് ചെയ്യാൻ അണഞ്ഞു പോകണതായിരിക്കും. അപ്പോൾ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ഇനി ഇടും. അതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു.